മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട തിരക്കിട്ട ചർച്ചകളിലാണ് UDF. വിവിധ ഘടകകക്ഷി നേതാക്കൾ നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശനുമായി കൂടിക്കാഴ്ച നടത്തി. കോൺഗ്രസിൽ നിന്ന് സണ്ണി ജോസഫ്, കെ മുരളീധരൻ, AP അനിൽകുമാർ, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, M ലിജു, PC വിശ്വനാഥ് എന്നിവർ മന്ത്രിസ്ഥാനം ഉറപ്പിച്ചു. ധനവകുപ്പ് മുഖ്യമന്ത്രി തന്നെ കൈകാര്യം ചെയ്യും. ചാണ്ടി ഉമ്മന്റെയും ബിന്ദു കൃഷ്ണയുടെയും പേരുകൾ സജീവ പരിഗണനയിലാണ്. ചർച്ചകൾക്കായി വി ഡി സതീശൻ KPCC ആസ്ഥാനത്തെത്തി. മന്ത്രിമാരുടെ പട്ടിക നാളെ ഗവർണർക്ക് കൈമാറുമെന്ന് വി ഡി സതീശൻ പറഞ്ഞു. സെയ്ഫ് സൈനുൽ ആബ്ദീൻ ചേരുകയാണ് വിവരങ്ങളുമായി. സെയ്ഫ്, നാളെ വൈകിട്ടോടുകൂടി ഗവർണർക്ക് പട്ടിക കൊടുക്കുന്നതിന് മുൻപ് ആരൊക്കെ മന്ത്രിമാർ, ഏതൊക്കെ ഘടകകക്ഷികൾക്ക് എത്ര മന്ത്രിസ്ഥാനമുണ്ട് എന്നതുൾപ്പെടെയുള്ള വളരെ സുപ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. അപ്പോൾ ചർച്ചകൾക്ക് വേഗം കൂടണം, തിടുക്കം കൂടണം. ആ ഒരു തിടുക്കവും വേഗവും ഇപ്പോൾ മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ നമുക്ക് കാണാൻ സാധിക്കുമോ? വി ഡി സതീശൻ KPCC ആസ്ഥാനത്തുണ്ട്. നിർണായകമായ എന്തൊക്കെ തീരുമാനങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കണം സെയ്ഫ്? മഹേഷ്, സാധാരണഗതിയിൽ കോൺഗ്രസിൽ നിന്ന് ഇത്രയ്ക്ക് പെട്ടെന്ന് മന്ത്രിമാരുടെ കാര്യത്തിൽ ഒരു ധാരണയിലേക്ക് എത്താറില്ല. അത് എന്തായാലും ഇന്ന് അങ്ങനെ സംഭവിക്കുന്നു. മുഖ്യമന്ത്രി തീരുമാനിക്കാൻ വൈകിയത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ മന്ത്രിമാരുടെ കാര്യത്തിൽ അങ്ങനെ ഒരു കാലതാമസം വേണ്ടതില്ലെന്ന് നിയുക്ത മുഖ്യമന്ത്രി തീരുമാനിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു പ്രശ്നപരിഹാര ഫോർമുലയ്ക്ക് അദ്ദേഹം തന്നെ നേതൃത്വം നൽകിയത്. രാവിലെ മുതൽ തന്നെ കോൺഗ്രസ് നേതാക്കളുടെ അതിർത്തികൾ പരിഹരിക്കുക എന്നുള്ളത് കൊണ്ട് അത് നേരിട്ട് കണ്ട് പരിഹരിക്കാനുള്ള ഓട്ടത്തിലായിരുന്നു വി ഡി സതീശന്റെ. ചെന്നിത്തലയും അതുപോലെ തന്നെ KC വേണുഗോപാലിനെ എല്ലാം വീട്ടിൽ പോയി കണ്ടാണ് ആ പ്രശ്നപരിഹാരത്തിന്റെ ഒരു ഫോർമുല തയ്യാറാക്കിയത്. ഇപ്പോൾ കോൺഗ്രസിന്റെ മന്ത്രിമാരെ സംബന്ധിച്ച ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. മന്ത്രിസ്ഥാനം ഉറപ്പിച്ചത് KPC അധ്യക്ഷനായ സണ്ണി ജോസഫ്, അതുപോലെ തന്നെ കെ മുരളീധരൻ, AP അനിൽകുമാർ, PC വിശ്വനാഥ്, M ലിജു, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എന്നിവരാണ് മന്ത്രിസ്ഥാനം ഉറപ്പിച്ചിരിക്കുന്നത്. ബിന്ദു കൃഷ്ണയും ചാണ്ടി ഉമ്മനും സജീവമായ പരിഗണനയിൽ തന്നെയുണ്ട്. അവരും മന്ത്രിസ്ഥാനത്തേക്ക് വരും എന്നുള്ള സൂചനകളാണ് പുറത്തു വരുന്നത്. ഇതിനകത്ത് സാമുദായിക സമവാക്യങ്ങൾ കൂടി പരിഗണിക്കേണ്ടതുണ്ട്. അത് പരിഗണിക്കുക എന്നുള്ളത് കൊണ്ടാണ് വി ഡി സതീശൻ ഉപേക്ഷിച്ച ചർച്ചകൾ നിർത്തി ഇപ്പോൾ KPCC ആസ്ഥാനത്തെത്തി മന്ത്രിമാരുടെ വകുപ്പുകളും മന്ത്രിമാരെ തീരുമാനിക്കുന്ന ചർച്ചകളിലേക്ക് കടന്നിരിക്കുന്നത്. KPCC അധ്യക്ഷൻ അവിടെ ചർച്ചയിൽ KPCC അധ്യക്ഷന് പങ്കെടുക്കുന്നുണ്ട്. KC വേണുഗോപാലിനോട് സംസാരിച്ച ഏകദേശ ധാരണ അക്കാര്യത്തിൽ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. രമേശ് ചെന്നിത്തല ആഭ്യന്തര വിജിലൻസ് വകുപ്പുകൾ കൈകാര്യം ചെയ്യും എന്നാണ് ഈ ഘട്ടത്തിൽ ലഭിക്കുന്ന വിവരം. ധനവകുപ്പ് വി ഡി സതീശൻ തന്നെ, പൊതുഭരണത്തിനൊപ്പം ധനവകുപ്പ് അദ്ദേഹം തന്നെ കൈകാര്യം ചെയ്യുമെന്നാണ് ഇപ്പോൾ ലഭ്യമായ വിവരം. ഇനി ഘടകകക്ഷികളുടെ മന്ത്രിസ്ഥാനം സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത മന്ത്രിസ്ഥാനം ലീഗിന് നൽകുന്നുണ്ട്. 2 മന്ത്രിസ്ഥാനം വേണമെന്ന ആവശ്യത്തിലാണ് PJ ജോസഫ് ഇപ്പോഴും ഉള്ളത്. അദ്ദേഹം രാവിലെ നടന്ന ചർച്ചയിൽ ആവശ്യം മുന്നോട്ട് വെച്ചു, പക്ഷേ സമവായത്തിലേക്ക് എത്തിച്ചേർന്നിട്ടില്ല. ഒരു മന്ത്രിസ്ഥാനം ഒരു ക്യാബിനറ്റ് റാങ്കുമാണ് കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്ന കാര്യം. മറ്റ് ഘടകകക്ഷികൾ, അതായത് ഒരു സീറ്റുള്ള ഘടകകക്ഷികളുണ്ട്, അവർക്കൊക്കെ മന്ത്രിസ്ഥാനം നൽകാൻ വേണ്ടിയുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. CP ജോണും അതുപോലെ തന്നെ അനൂപ് ജേക്കബും മന്ത്രിസഭയിൽ ഉണ്ടാകും. RSPയുടെ ഷിബു ബേബി ജോൺ മന്ത്രിയായി വരും എന്നുള്ള കാര്യത്തിലും സംശയമില്ല. ഇതിന്റെ വകുപ്പുകളുടെ കാര്യത്തിലാണ് പിന്നീട് തീരുമാനം വരേണ്ടത്. ലീഗിന് IT, വ്യവസായം, അതുപോലെ തന്നെ വിദ്യാഭ്യാസം, പൊതുമരാമത്ത്, നഗരാസൂത്രണം, ന്യൂനപക്ഷം തുടങ്ങിയ വകുപ്പുകൾ തന്നെ കഴിഞ്ഞ മന്ത്രിസഭയിൽ കൈകാര്യം ചെയ്തിരുന്ന, കഴിഞ്ഞ UDF മന്ത്രിസഭയിൽ കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ തന്നെ ആയിരിക്കുമെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. PJ ജോസഫ് ആണെങ്കിൽ അദ്ദേഹത്തിന് കഴിഞ്ഞ തവണ ജലവിഭവ വകുപ്പാണെങ്കിൽ ഇത്തവണ അതൊന്ന് മാറ്റിപ്പിടിക്കണം എന്ന ആഗ്രഹമുണ്ട്. അത് പൊതുമരാമത്തോ വൈദ്യുതിയോ വേണം എന്നുള്ള നിലപാടിലാണ് ഉള്ളത്. 2 മന്ത്രിസ്ഥാനം സംബന്ധിച്ച പ്രശ്നം പരിഹരിച്ചാൽ മാത്രം ആയിരിക്കും അതിന്റെ ചർച്ചകളിലേക്ക് കടക്കുക. ഷിബു ബേബി ജോണിന് കഴിഞ്ഞ തവണ തൊഴിലായിരുന്നു. തൊഴിൽ മാറി ടൂറിസം കൂടി അതിനകത്ത് വേണം, അല്ലെങ്കിൽ വൈദ്യുതി കൂടി വേണം എന്നുള്ള ആവശ്യം അദ്ദേഹവും മുന്നോട്ട് വെക്കുന്നുണ്ട്. ഭക്ഷ്യവകുപ്പ് തന്നെ ആയിരിക്കും അനൂപ് ജേക്കബിനെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. CP ജോണിന് തുറമുഖം അല്ലെങ്കിൽ സഹകരണം, ഇതിലേതെങ്കിലും ഒരു വകുപ്പ് കിട്ടും. മാണിസി കാപ്പനെയും RMB കോൺഗ്രസ് ചെയ്യുന്ന കാര്യത്തിൽ അന്തിമ തീരുമാനമായിട്ടില്ല. രണ്ടുപേരെയും ടേം വ്യവസ്ഥയിൽ മന്ത്രികളാക്കണമോ എന്ന കാര്യത്തിലും ഇപ്പോൾ നടക്കുന്ന കൂടിക്കാഴ്ച നിർണായകമാണ്. അത് വേഗത്തിൽ പരിഹരിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് നിയുക്ത മുഖ്യമന്ത്രിക്കുള്ളത്. അതുകൊണ്ടാണ് അദ്ദേഹം നാളെ ഉച്ചയ്ക്ക് ഈ പട്ടിക കൈമാറും, നിങ്ങളെ ആദ്യം അറിയിക്കും എന്ന് വി ഡി സതീശൻ പറഞ്ഞത്. അദ്ദേഹം അത്രയും ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഉപേക്ഷിച്ച ചർച്ചകൾ നിർത്തി കോൺഗ്രസിന്റെ മന്ത്രിമാരുടെ കാര്യത്തിൽ ആദ്യം തീരുമാനമാകട്ടെ എന്ന നിലപാടിൽ എത്തിച്ചേർന്നുകൊണ്ട് കോൺഗ്രസ് മന്ത്രിമാരുടെ ചർച്ചകളിലേക്ക് കടന്നിരിക്കുന്നത്. മഹേഷ്, ശരി, ഇപ്പൊ സെയ്ഫ്, ഇതിൽ നമുക്കറിയാം ഇതിനോടകം തന്നെ മന്ത്രിസ്ഥാനം ഉറപ്പിച്ചു കഴിഞ്ഞാൽ കെ മുരളീധരൻ, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, PC വിശ്വനാഥ്, M ലിജു ഉൾപ്പെടെയുള്ള ആളുകളുണ്ട്, സണ്ണി ജോസഫ് ഉൾപ്പെടെയുള്ള ആളുകൾ. അപ്പോൾ ഒരു 3-4 സ്ലോട്ട് മാത്രമാണ് ഇനിയിപ്പോൾ കോൺഗ്രസിൽ ഫില്ലാകാനുള്ളത്. അപ്പോൾ അതിനായുള്ള സമ്മർദ്ദം നേതാക്കളുടെ ഭാഗത്ത് നിന്ന് ഏതൊക്കെ തരത്തിലാണ് ഇപ്പോൾ നടക്കുന്നത്? അത് KC വേണുഗോപാൽ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ചില ആൾക്കാരെ പരിഗണിക്കണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇതിനിടയിൽ 2 പ്രശ്നങ്ങളാണ് മഹേഷ് നേരിടുന്നത്. ഒന്ന്,
ചെന്നിത്തലയ്ക്ക് ആഭ്യന്തരം കൊടുത്ത് അദ്ദേഹത്തെ സെറ്റ് ചെയ്യാൻ വേണ്ടി തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹം പുതിയ ഡിമാൻഡ് വെച്ചിരിക്കുന്നത് എന്നുള്ളതാണ് പ്രശ്നം. രണ്ടുപേരെ തന്റെ കൂടെയുള്ള രണ്ടുപേരെ അവരുടെ സീനിയോറിറ്റി പരിഗണിച്ച് രണ്ടുപേരെ മന്ത്രിയാക്കണം. അൻവർ സാദത്തിനെ അതുപോലെ തന്നെ IC ബാലകൃഷ്ണനെ മന്ത്രിയാക്കണമെന്ന ആവശ്യം മുന്നോട്ട് വെക്കുന്നുണ്ട്. അവിടെയാണ് ഈ പ്രശ്നം നിലനിൽക്കുന്നത്. കോൺഗ്രസിന്റെ 11 മന്ത്രിമാരെ തീരുമാനിക്കുമ്പോൾ സാമുദായിക സമവാക്യങ്ങൾ അത് കൃത്യമായി പാലിക്കപ്പെടണം. ഇപ്പോൾ അൻവർ സാദത്തിനെ പരിഗണിച്ചാൽ ടി സിദ്ദീഖിനെ പരിഗണിക്കാൻ കഴിയില്ല. ടി സിദ്ദീഖിനെ പരിഗണിച്ചാൽ ഷാനിമോൾ ഉസ്മാനെ പരിഗണിക്കാൻ കഴിയില്ല. ഇപ്പോ M ലിജുവിനെ പരിഗണിക്കുമ്പോൾ അതിന്റെ കൂട്ടത്തിൽ ബിന്ദു കൃഷ്ണയെ പരിഗണിക്കുമോ? അങ്ങനെ നിരവധി ചോദ്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ആ സാമുദായിക സമവാക്യങ്ങൾ കൃത്യമായി അതിനെ ആ രീതിയിൽ മേക്കപ്പ് ചെയ്തെടുത്താൽ മാത്രമേ ആ പ്രശ്നം കോൺഗ്രസിനുള്ളിൽ പരിഹരിക്കാൻ കഴിയുള്ളൂ. എന്തായാലും VDSന്റെ മനസ്സിൽ ചില തന്റെ മന്ത്രിസഭയിൽ ആരൊക്കെ വേണം എന്നൊരു മനസ്സിൽ അദ്ദേഹത്തിന് ചില പിക്ചർ ഉണ്ട്. പക്ഷെ ആ പിക്ചർ പൂർണ്ണമായിട്ട് അത് പ്രാവർത്തികമാക്കി എടുക്കണമെങ്കിൽ KC വേണുഗോപാലിന്റെ പിന്തുണ വേണം, രമേശ് ചെന്നിത്തലയുടെ പിന്തുണയും വേണം. അത് രണ്ടും പൂർണ്ണതോതിൽ അദ്ദേഹത്തിന് കിട്ടുമോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരണം മഹേഷ്. എന്തായാലും ഇന്നത്തോടു കൂടി ഇതിനകത്തൊരു അന്തിമ ചിത്രം ഉണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഒരുപക്ഷെ ഈ കോൺഗ്രസിന്റെ മന്ത്രിമാരിൽ കൂടുതൽ പേർ KC വേണുഗോപാലിനെ പിന്തുണയ്ക്കുന്ന ആൾക്കാരായിരിക്കാം. അതിനുള്ള സാധ്യത തള്ളിക്കളയേണ്ട. രമേശ് ചെന്നിത്തലയുടെ വാശിക്ക് മുന്നിൽ കോൺഗ്രസ് നേതൃത്വം വഴങ്ങുമോ എന്നുള്ള ചോദ്യം നിലനിൽക്കുന്നുണ്ട്. ഹൈക്കമാൻഡാണ് ഇതിനകത്ത് അന്തിമമായി തീരുമാനങ്ങൾ എടുക്കേണ്ടത്. ഹൈക്കമാൻഡ് എന്ന് പറയുമ്പോൾ KC വേണുഗോപാലിന്റെ റോള് ചെറുതല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. സംഘടനാ ജനറൽ സെക്രട്ടറിയാണ്. എന്ത് തീരുമാനമെടുത്താലും അതിനകത്ത് ഒപ്പുവെച്ചിട്ട് അതിന് അംഗീകാരം നൽകേണ്ട ആളാണ് KC വേണുഗോപാൽ. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഒരു സമ്മർദ്ദവും രമേശ് ചെന്നിത്തലയുടെ സമ്മർദ്ദവും കൂടെ ചേരുമ്പോൾ VD സതീശന്റെ മനസ്സിലുള്ള എല്ലാവർക്കും മന്ത്രിസ്ഥാനം കിട്ടുമോ? അങ്ങനെയുള്ള ചില ചോദ്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. എന്തായാലും ആ പ്രശ്നങ്ങൾ അത് ഓരോന്നായിട്ട് അയച്ചു വരികയാണ് VD സതീശൻ. അതിന്റെ ഭാഗമായിട്ടാണ് രാവിലെ രണ്ട് നേതാക്കന്മാരെയും കണ്ട് അവരെ അനുനയത്തിന്റെ പാതയിലേക്ക് കൊണ്ട് വന്നത്. ഇനിയിപ്പോ മന്ത്രിമാർ തീരുമാനിക്കുന്ന കാര്യത്തിലും അത് അനുനയത്തിന്റെ പാതയിലൂടെ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകും എന്ന പ്രതീക്ഷയിലാണ് VD സതീശൻ നിലവിലുള്ളത്. മഹേഷ്.